قال لا تخافا إنني معكما أسمع وأرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, നമ്മൾ ഈ 9ാമത്തെ പാർട്ടിലെത്തിയിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഖുർആൻ പഠന പരമ്പരകാസിൻ്റെ. അപ്പോൾ അതിൽ സൂറത്തുൽ ലൈലാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യം മുതലുള്ള വചനങ്ങൾ പ്രത്യേകിച്ച് കമൻറ്റുകളൊന്നുമില്ല, പ്രത്യേകിച്ച് വിമർശനങ്ങളൊന്നുമില്ല, അത് വായിച്ചു പോവുകയാണ്. പിന്നീടുള്ള ഒരു വിഷയം, അതായത് ബിലാൽ റളിയല്ലാഹു അൻഹുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ആണ് ഇദ്ദേഹം വിമർശനമായിട്ട് വെക്കുന്നത്. അതിനുള്ള മറുപടി ഇൻഷാ അല്ലാ നമ്മുടെ സ്വാലിഹ് നിസാമി പറഞ്ഞതായിട്ടുള്ള അത് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വിമർശനം ആദ്യം കേൾക്കാം. അതിനുശേഷം കൃത്യമായിട്ടുള്ള അതിൻ്റെ മറുപടിയും ഇദ്ദേഹം ഏത് രീതിയിലാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. Abu Bakr saying Bilal is being tortured for the sake of Allah. Abu Bakr took with him a pound of gold and went and bought Bilal. The idolater said, Abu Bakr did what he did only because he is obliged to Bilal for a favor. And so Allah revealed. ഈ 3 വാക്യങ്ങൾ ഇറങ്ങിയ സന്ദർഭമാണ് ഇവിടെ നമ്മൾ തഫ്സീറിൽ വായിച്ചത്. ഇതൊരുപാട് സനതൊക്കെ നീട്ടി വിവരിച്ചുകൊണ്ട് വാഹിദി തഫ്സീറിൽ എഴുതി വെച്ചിട്ടുള്ള സന്ദർഭ വിവരണമാണ്. എന്താണ് സംബന്ധം? ഇവിടെ ഇബ്നു അബ്ബാസ് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബിലാൽ എന്ന് പറയുന്ന ആൾ ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ആളുടെ അടിമയായിരുന്നു. അങ്ങനെ ബിലാൽ ഒരു ദിവസം കഅബയിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ആ ആരാധനാലയത്തിൽ ഖുറൈശികളുടെ പ്രിയപ്പെട്ട ആരാധനാ വിഗ്രഹങ്ങളുടെ മുകളിൽ ഡെഫിക്കേറ്റഡ് ഓൺ ദം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. മലവിസർജനം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ആര്? ഇബ്നു ജുദ്ആന്റെ അടിമയായിരുന്ന ബിലാൽ കഅബയിൽ പോയിട്ട് അവിടുത്തെ വിഗ്രഹങ്ങളുടെ മുകളിൽ മലവിസർജനം ചെയ്തു. കാരണം ഈ ബിലാൽ മുഹമ്മദിൻ്റെ കൂടെ അബൂബക്കറിൻ്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത്. പക്ഷേ ബിലാലിൻ്റെ ഉടമസ്ഥനായിരുന്ന ഇബ്നു ജുദ്ആൻ അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ ഇത്രയും ഭീകരമായ ഒരു പ്രകോപനം അവിടെ സൃഷ്ടിച്ചുകൊണ്ട് ഇത്രയും വൃത്തികെട്ട ഒരു തെമ്മാടിത്തം അവിടെ പോയി ചെയ്തിട്ട് എന്താണ് അവിടുത്തെ ഐഡലേറ്റേഴ്സ്? പലരുമായി അത് പലയിടങ്ങളിലായി പറയുന്നു. പലരും ചില ക്ലാസ് റൂമുകളിലൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹു അതുപോലെ മുസ്ലിം സമുദായം മൊത്തത്തില് അവരവിടെ കച്ചറ ഉണ്ടാക്കിയിട്ട് മക്കയിൽ കച്ചറ ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടുണ്ടായ പീഡനമാണ്. സ്വാഭാവികമായും മക്കയിലെ മുശ്രിക്കുകളിൽ നിന്ന് അവരുടെ വിശ്വാസത്തെ വളരെ മോശമായി പറയുകയും അതുപോലെ അവരുടെ വിഗ്രഹങ്ങളെ അവമതിക്കുകയും ദൈവങ്ങളെ അപമാനിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ സ്വാഭാവികമായ പ്രതിഷേധം മാത്രമാണ്. അല്ലാതെ മക്കയിലെ മുശ്രിക്കുകൾ ഇസ്ലാമിനെതിരെ യാതൊന്നും ചെയ്തിട്ടില്ല, മുസ്ലിം നേതാക്കന്മാരൊന്നും ചെയ്തിട്ടില്ല, അവർ പീഡനങ്ങളൊന്നും ചെയ്തിട്ടില്ല, എല്ലാം മുസ്ലിങ്ങൾ തന്നെ വരുത്തി വെച്ചതാണ് എന്ന രീതിയിൽ ഒരു ചരിത്ര വ്യാഖ്യാനം നടത്തുന്നുണ്ട്. ആ കൂട്ടത്തില് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രതിയാക്കിക്കൊണ്ടൊരു സംഭവം, ഒരു വളരെ ഒരു സംഭവം, ഒരു ആരോപണം നടത്തും, ഒരു അപവാദം നടത്തുന്നുണ്ട്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട ആരെയും കാണുന്നില്ല. ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആരെയും സാധാരണ പറയാറുള്ള ചില ആളുകളുണ്ട്. ഇപ്പൊ അടുത്തിടെയും അങ്ങനെ ഒരു മനുഷ്യൻ ആ വിഷയം എടുത്തിടുകയുണ്ടായി. അതായത് ബിലാൽ റളിയല്ലാഹു അൻഹു, നമുക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പഠിക്കാലോ എന്താണ് സംഭവം. ബിലാൽ റളിയല്ലാഹു അൻഹു മക്കയിലെ കഅബാലയത്തിലെ അവരുടെ വിഗ്രഹങ്ങളുടെ മേൽ പോയി താൻ കാഷ്ടിച്ചു, മലവിസർജനം ചെയ്തു എന്നാണ് ആരോപണം. ബിലാൽ റളിയല്ലാഹു അൻഹു കഅബാലയത്തിലെ അവരുടെ വിഗ്രഹങ്ങളുടെ മേൽ പോയിട്ട് അദ്ദേഹം മലവിസർജനം നടത്തി, അതിനെ തുപ്പുകയുണ്ടായി, പോലെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിനോട് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഉമയ്യത്ത് ബിൻ ഖലഫ് ക്രൂരമായ മർദ്ദനങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെതിരെ ചെയ്തത് എന്നാണ് ആരോപണത്തിന്റെ സ്വഭാവം. കൂട്ടത്തിൽ ആരോപകർ അതിന് റഫറൻസ് ആയിട്ട് ഒരു തഫ്സീറും പറയുന്നുണ്ട്. വാഹിദിയുടെ തഫ്സീർ നോക്കിയാൽ കാണാം. വാഹിദിയുടെ തഫ്സീറിലുണ്ട് എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ വാഹിദിയുടെ തഫ്സീർ ഇവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. വാഹിദിയുടെ തഫ്സീർ പൊതുവെ സാധാരണ വ്യവഹരിക്കപ്പെടാറുള്ള അങ്ങനെ എല്ലായിടത്തുമായ ഒരു തഫ്സീറാണ്. പിന്നെ ഇത് ഏതെങ്കിലും സൈറ്റുകളിൽ ഇസ്ലാം വിരുദ്ധ ശക്തികൾ അവരിങ്ങനെ ഇതിനായിട്ട് ഗവേഷണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എവിടേക്ക് ഏതൊക്കെ പരാമർശങ്ങൾ എടുത്തുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും, പുതിയ പുതിയ ആരോപണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ആരോപണങ്ങൾക്ക് മറുപടി പറയാനായിട്ട് മുസ്ലിം യുവാക്കളും പണ്ഡിതന്മാരും അവരുടെ ഊർജ്ജം വഴിതിരിച്ചു വിടാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ഗവേഷണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഏതോ ഒരു സൈറ്റിൽ നിന്ന്, മിക്കവാറും ക്രിസ്ത്യൻ മിഷണറിമാരായിരിക്കും ഈ പണി നിർവഹിച്ചിരിക്കുക, അത്തരം സൈറ്റിൽ നിന്ന് ഇത് പകർത്തിയെടുത്തിട്ട് അതിലേതെങ്കിലും ഉദ്ധരണി വെച്ചുകൊണ്ടായിരിക്കും ഈ ആരോപണം നടത്തുന്നത്. ഇവിടെ നമ്മൾ അതിന്റെ വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. വാഹിദിയുടെ തഫ്സീർ ഇതുണ്ട് എന്ന് പറയുന്നുണ്ട്, ശരിയാണ്. സംഭവം ആ ആരോപണത്തിന് ഉപോത്ബലകമായുള്ള ഒരു ഉദ്ധരണി വാഹിദി തഫ്സീറിലുണ്ട്. വാഹിദി എന്ന് പറയുന്ന ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച 4-ാം നൂറ്റാണ്ടിൽ 5-ാം നൂറ്റാണ്ടിലായി ജീവിച്ച പ്രമുഖനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ
അദ്ദേഹം തഫ്സീറിൽ ധാരാളം സേവനങ്ങൾ ചെയ്തയാളാണ്. ഖുർആൻ വ്യാഖ്യാനത്തിൽ വലിയ സേവനങ്ങൾ ചെയ്തയാളാണ്. അദ്ദേഹത്തിന് അൽ ബസീത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തഫ്സീർ ഉണ്ട്. അതുപോലെ തന്നെ അതിന് പുറമെ വസീത്തുണ്ട്. 2-3 തരത്തിൽ എഴുതിയിട്ടുണ്ട്. വളരെ കൺസൈസ് ആയിട്ടുള്ള സംക്ഷിപ്തമായിട്ടുള്ള തഫ്സീർ, ഒരു അത്യാവശ്യം വിവരണങ്ങൾ അടങ്ങുന്ന ഒരു മധ്യനിലവാരത്തിലുള്ളത്, വളരെ പരത്തിയിട്ടുള്ളത്, ഇങ്ങനെ 2-3 തരത്തിൽ അദ്ദേഹം തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. അതിന് പുറമെ അസ്ബാബുൻ നുസൂൽ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിച്ച പശ്ചാത്തലം വിവരിക്കുന്ന ഒരു ഗ്രന്ഥവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ബസീത്ത് എന്ന് പറഞ്ഞ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിവരിക്കുന്ന ഖുർആൻ വ്യാഖ്യാനത്തിലും, അതുപോലെ അസ്ബാബുൻ നുസൂൽ എന്ന് പറയുന്ന ഖുർആന്റെ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം പറയുന്ന ഗ്രന്ഥത്തിലും ഈ സംഭവം പറയുന്നുണ്ട്. അത് ശരിയാണ്. അതേസമയം ഈ സംഭവം എങ്ങനെ ബിലാൽ റളിയല്ലാഹു ഇന്ന ബിലാലൻ ലമ്മാ അസ്ലമ ദഹബ ഇലൽ അസ്നാം ഫസലഇഹാ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം നേരെ പോകുന്നത് സ്വനമുകളുടെ ഈ വിഗ്രഹങ്ങളുടെ അടുത്തേക്കാണ്. എന്നിട്ട് അതിന്റെ പുറത്ത് അതിന്മേൽ അദ്ദേഹം മലവിസർജനം ചെയ്യുകയും ചെയ്തു എന്നാണ് അതിൽ പറയുന്നത്. യഥാർത്ഥത്തില് ഈ സംഭവം അദ്ദേഹം ഉദ്ധരിക്കുന്നത് വഖാല അതാഉൻ അൻ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇസ്ലാമിലെ ഒരു സംഭവം, ഈ ഖുർആൻ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട 2 ഏരിയകളുണ്ട്. ഒന്ന്, ആ ഖുർആന്റെ അവതരണ പശ്ചാത്തലം, അതുപോലെ അതിന്റെ നസ്ഖ് പോലെയുള്ള സംഭവങ്ങൾ കൃത്യമായും വളരെ ആധികാരികമായ രീതിയിൽ സനദോടുകൂടെ അതിന്റെ യഥാർത്ഥ സമയത്തേക്കും കാലത്തേക്കും ഉദ്ധരിക്കുന്ന ആളിലേക്കും എത്തണം. അതാണ് അതിന്റെ ഒരു വഴി. പിന്നെ രണ്ടാമത്തെ അതിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് പിന്നെ അതിന്റെ ആശയം എന്ത് എന്ന അർത്ഥത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. ആ വ്യാഖ്യാന സന്ദർഭത്തിൽ സ്വാഭാവികമായും ഓരോരുത്തർക്കും അവരുടെ പാണ്ഡിത്യത്തിനനുസരിച്ച്, അവരുടെ ആഴത്തിനനുസരിച്ച് അതിലെ ആശയങ്ങൾ കണ്ടെത്താൻ പറ്റും. അത് ശരിയോ തെറ്റോ ആകാം. അതേസമയം ഈ പശ്ചാത്തലം വിവരിക്കുമ്പോൾ ഈ സന്ദർഭം എപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്, അതിന്റെ പശ്ചാത്തലങ്ങൾ എന്താണ്, അതിലെ കഥാപാത്രങ്ങൾ ആരാണ്, ആ ആയത്ത് മറ്റേതെങ്കിലും ആയത്ത് കൊണ്ട് പിന്നെ കൂടുതൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ പരിമിതപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ, അതും അല്ലെങ്കിൽ അതിന്റെ വിധി തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള പരിശോധനകളും മറ്റുമൊക്കെ കൃത്യമായും അത് ആധികാരികമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലേക്ക് കൃത്യമായി എത്തുന്ന സ്വഹീഹായ പരമ്പരയോട് സ്ഥാപിക്കണം. എങ്കിലേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അത് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പറയാൻ കഴിയില്ല. അത് ഈ ആയത്ത് ഇറങ്ങിയത് ഇന്ന പശ്ചാത്തലത്തിലാണ് എന്ന് പറയുമ്പോൾ സ്വന്തം ഇഷ്ടത്തിന് പറയാൻ കഴിയില്ല. അതേസമയം ഈ ആയത്തിൽ ഇങ്ങനെ ഒരു ആശയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടത്തിന് പറയാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവിന്റെ ഒരു തലമനുസരിച്ചുകൊണ്ട് അതിനൊരു വ്യാഖ്യാനം കണ്ടെത്താൻ കഴിയും. ശരിയോ തെറ്റോ ആകാം, അത് വേറെ കഥ. പക്ഷെ ഇത് അങ്ങനെ പറ്റില്ല. ഇത് വിശുദ്ധ ഖുർആന്റെ സ്വാഭാവികമായ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യമാണ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. തഫ്സീർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ കാണുന്നതെല്ലാം വിഴുങ്ങാനുള്ളതല്ല. അതിന് തഫ്സീറിൽ തന്നെ വ്യത്യസ്തങ്ങളായ തഫ്സീറുകളുണ്ട്. കിട്ടുന്നതെല്ലാം, കേട്ടുകേൾവിയിലുള്ളതെല്ലാം, പറയപ്പെടുന്നതെല്ലാം എഴുതി വെക്കുന്ന തഫ്സീറുകളുണ്ട്. അത് അവിടെ ഒരു നിരൂപണ സ്വഭാവമില്ല. ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ 2 തരം എഴുത്തുകളാണ് ഉണ്ടാവുക. പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ, ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ 2 തരം ഗ്രന്ഥങ്ങളുടെ എഴുത്തുകൾ ഉണ്ടാവും. ഒന്ന്, ഒരു സെമിനാർ മോഡൽ എല്ലാം സമാഹരിക്കുന്ന, അവരുടെ അഭിപ്രായം, ഇവരുടെ അഭിപ്രായം, ഇവിടുന്ന് കിട്ടിയത് എല്ലാം കളക്ട് ചെയ്യുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ നിരൂപണം ഉണ്ടാകില്ല, പരിശോധന ഉണ്ടാകില്ല, സംശോധന ഉണ്ടാകില്ല. അതേസമയം അതിനെ കൃത്യമായി നിരൂപിച്ച് അതിന് സംശോധന നടത്തി അതിനെ നെല്ലും പതിരും വേർതിരിച്ച് സ്വീകാര്യമായത് ഏതാണ്, അസ്വീകാര്യമായത് ഏതാണ് എന്ന് വകതിരിക്കുന്ന രചനകൾ വേറെ ഉണ്ടാവും. ഒരു പ്രമാണത്തെ തെളിവിന് തെരയുമ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ ഗ്രന്ഥങ്ങളാണ് അവലംബിക്കേണ്ടത്. മറ്റേതൊക്കെ ഒരു കളക്ഷൻ മാത്രമാണ്. പ്രത്യേകിച്ചും ആദ്യകാലങ്ങളിലൊക്കെയുള്ള രചനകളിൽ അങ്ങനെയുള്ള കളക്ഷനുകൾ മാത്രമാണ് ഉണ്ടാവുക. ഹദീസ് രംഗത്ത് തന്നെ അത്തരത്തിലുള്ള കുറെ കളക്ഷനുകൾ ഉണ്ടായിരുന്ന ഒരു കാലസന്ദർഭത്തിലാണല്ലോ ഇമാം ബുഖാരിയെ പോലെയുള്ള, അതുപോലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഇമാം മുസ്ലിമിനെ പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ രംഗത്ത് വരികയും അതിനൊക്കെ കൃത്യമായ ഒരു മാനദണ്ഡം അനുസരിച്ച് അതിന്റെ നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ട് രചന നടത്തുകയും ചെയ്യുന്നത്. കളക്ഷനുകൾ അന്ന് ആദ്യകാലത്ത് അതായിരുന്നു ഉള്ളത് മുഴുവൻ. നമ്മൾ ചരിത്രാന്വേഷണം നടത്തുമ്പോൾ ആർക്കൈവ്സിലേക്ക് കിട്ടാവുന്ന സാധനങ്ങൾ മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക. എന്നിട്ടാണ് അതേക്കുറിച്ചുള്ള കൃത്യമായ പഠനം നടത്തുക. അപ്പോൾ പലപ്പോഴും നമ്മൾ കൊണ്ടുവന്ന പൊട്ടുകളും അല്ലെങ്കിൽ തൊണ്ടി സാധനങ്ങളും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടിയതൊന്നും അത് ആധികാരികമല്ല എന്ന് മനസ്സിലാക്കി അവൾ മാറ്റി വെക്കും. എന്നാൽ പോലും അത് അലമാരയിൽ ഒരു ഭാഗത്ത് എടുത്തു വെക്കും. ഏതെങ്കിലും കാലത്ത് അതിന് ആധികാരികത തെളിയിക്കപ്പെടുകയോ അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ട സംഗതികളുമായി അതിന് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കപ്പെടുകയോ ചെയ്തേക്കാം എന്ന നിലക്ക് അത് അവിടെ ഒരു മൂലയിൽ വെക്കും. അത് അങ്ങനെ എടുത്ത് കുഴിച്ചു വിടുകയും ചെയ്യില്ല. അതേസമയം ഒട്ടും സാധ്യതയില്ലാത്തതും തീർത്തും വ്യാജവും ഇത് മാർത്താണ്ഡവർമ്മയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാവുകയും അല്ലെങ്കിൽ ടിപ്പു സുൽത്താനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കസേരയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ തീർച്ചയായും ആ വസ്തു അത് അവിടെ സൂക്ഷിക്കുക പോലും ഇല്ല. അതെടുത്ത് അതിനെ കൊണ്ടുവന്ന ആളെയോ അല്ലെങ്കിൽ അത് അവകാശപ്പെടുന്ന ആളെയോ പിടിച്ച് ജയിലിലോ ചെയ്യാം. ആ രീതിയിലാണ് സാധാരണഗതിയിൽ നമ്മൾ അതിന്റെ സംശോധന നടക്കുക എന്ന് പറയുന്നത്. ഇത് എല്ലായിടത്തും നടക്കുന്ന ഒരു വസ്തുതാ സംഗതിയാണ്. അപ്പോൾ ഇവിടെ കളക്ഷൻ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം ശേഖരിക്കുന്ന രചയിതാക്കൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം അതിന് സംശോധന നടത്തി പരിശോധിച്ച് നെല്ലും പതിരും വേർതിരിച്ച് നടത്തിയ എഴുത്ത് രചനകളും ഗ്രന്ഥങ്ങളും ഉണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അത്തരം ഗ്രന്ഥങ്ങളാണ്.
ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ട അത്തരം ഗ്രന്ഥങ്ങളാണ്. ഹിജറ 4 നൂറ്റാണ്ട് കഴിയുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഹിജറ 4-5 നൂറ്റാണ്ട് കഴിയുമ്പോഴേക്ക് ഈ രീതിയിൽ എല്ലാ കലകളിലും എല്ലാ ശാസ്ത്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന് അധിക പരിശോധിച്ച സംശുദ്ധമായ സംശോധനകൾ നിർവഹിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ എല്ലാ കലകളിലും രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരാൾ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞു വന്നാൽ അത് നമുക്ക് വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ആരും കാണാതെ എവിടെയും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു അങ്ങാടി അത് പ്രത്യക്ഷപ്പെടാൻ അങ്ങനെ ഒരു ഹദീസ് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് മൂലകളിൽ മുഴുവനും ഇസ്ലാമിക പ്രസ്ഥാനം എത്തിപ്പെട്ടിട്ടുള്ള എല്ലാ നാടുകളിലേക്കും സഞ്ചരിച്ചുകൊണ്ട് ഏതെങ്കിലും നിലയിൽ പ്രവാചകനുമായിട്ട് അല്ലെങ്കിൽ അവരുടെ അനുയായികളുമായി ഒരു ബന്ധം അവശേഷിക്കുന്ന, ആ പാരമ്പര്യം അവശേഷിക്കുന്ന ആളുകൾ എവിടെയെങ്കിലും ഉണ്ടോ പണ്ഡിതന്മാരായിട്ട്, അവരുടെ അടുത്തെത്തി അവരെ നേരിൽ കണ്ട് അത് ചോദിച്ചറിഞ്ഞ് പഠിച്ച് അത് കൃത്യമായി രേഖപ്പെടുത്തുന്ന വലിയ ചരിത്ര രചന അല്ലെങ്കിൽ പ്രാമാണിക രചന എന്ന് പറയുന്ന ദൗത്യം നിർവഹിച്ചത് ഒരു സ്ഥലത്തും അത് മിസ്സാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഇമാം ബുഖാരിക്ക് സാധിക്കാത്തതുണ്ടെങ്കിൽ, അദ്ദേഹം എത്തിപ്പെടാത്ത ആളുകൾ വല്ലതെങ്കിൽ തീർച്ചയായും അവിടേക്ക് മറ്റാരെങ്കിലും എത്തിയിട്ടുണ്ടാവും. അങ്ങനെ അവരത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ ലോകത്ത് ലഭ്യമായ മുസ്ലിം കേന്ദ്രങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംഗതികൾ അവശേഷിക്കുന്നുവെങ്കിൽ അത് മുഴുവനും സമാഹരിക്കുക എന്നതായിരുന്നു നിർവഹിച്ചിരുന്നത്. ആ സമാഹരണം മാത്രമല്ല ചില പണ്ഡിതന്മാർ നിർവഹിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ കൃത്യമായ സംശോധന കൂടിയാണ് നിർവഹിച്ചത്. അങ്ങനെയുള്ള ഒരു അടിസ്ഥാന ബോധം നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ കടക്കുമ്പോൾ ഉണ്ടാകേണ്ടതുണ്ട്, ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ. ഇവിടെ ഇബ്നു അബ്ബാസ് എന്ന തുടക്ക വാചകത്തോടു കൂടെയാണ് വാഹിദി ഈ സംഭവം ഉദ്ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് വാഹിദിയുടേതല്ല. വാഹിദിയുടെ ഗുരുവായ സഅലബി എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതനുണ്ട്. സഅലബിയാണ് ഈ സംഭവം ആദ്യമായിട്ട് ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അൽ കശ്ഫ് വൽ ബയാൻ മിൻ തഫ്സീരിൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതൊരു പക്ഷേ ഇവർ കാണാൻ സാധ്യതയില്ല, കാണാത്തത് കൊണ്ടായിരിക്കും അത് ഉദ്ധരിക്കാത്തത്. അപ്പോൾ അൽ കശ്ഫ് വൽ ബയാൻ മിൻ തഫ്സീരിൽ ഖുർആൻ എന്ന് പറയുന്ന സഅലബിയുടെ ഗ്രന്ഥത്തിലാണ്, ഹിജറ 427 മരണപ്പെട്ടു പോയ അബൂ ഇസ്ഹാഖ് അഹ്മദ് സഅലബിയുടെ ഗ്രന്ഥത്തിലാണ് ഈ സംഭവം ആദ്യമായിട്ട് ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, 427 മരണപ്പെട്ട സഅലബി അത് നേരെ പകർത്തി സഅലബിയുടെ തഫ്സീറിൽ ഇങ്ങനെ ധാരാളം വസ്തുതകൾക്ക് നിരക്കാത്തതും സ്വഹീഹാണെന്ന് ബോധ്യപ്പെടുത്താത്തതും എവിടെ നിന്ന് ലഭിച്ചു എന്നതിന്റെ കൃത്യമായ സനദുകൾ പറയാത്തതുമായ ധാരാളം സംഭവങ്ങൾ വാരിക്കൂട്ടി എഴുതിയ ഒരു ഗ്രന്ഥമാണ് സഅലബിയുടെ ഈ പറഞ്ഞ അൽ കശ്ഫ് വൽ ബയാൻ. അതിലുള്ള കുറെ ചരിത്ര ഗ്രന്ഥങ്ങൾ അതേ രീതിയിൽ പകർത്തുന്ന നമ്മളെ ഈ വയലന്മാരെ പോലെയുള്ള കുറെ എഴുത്തുകാരൻ, ഞാൻ പറഞ്ഞല്ലോ, കേട്ടതൊക്കെ പകർത്തുക, അതിന്റെ ശരിയും തെറ്റുകളൊന്നും നോക്കൂല. എവിടെയെങ്കിലും ഖാല റസൂലുള്ളാഹി എന്ന് കേട്ടാൽ അത് അടുത്ത വയലിലുണ്ടാവും. സത്യത്തിൽ അത് ഹദീസ് പരിശോധകരുടെ ഇടയിൽ ശുദ്ധ നിർമ്മിതമായ ഹദീസും അത് ശുദ്ധ കുന്നംകുളം മേടും ആയിരിക്കും. പക്ഷെ അവർ അതൊന്നും ആലോചിക്കൂല. അങ്ങനെ കേട്ടത് മുഴുവൻ പകർത്തുക. ചിലപ്പോൾ ഒരു പക്ഷെ വലിയ ആളിനായിരിക്കും കേട്ടിട്ടുണ്ടാവുക, ആ വലിയ ആൾ കേട്ടത് അതുപോലെ വലിയ ആൾ തന്നെ ആയിരിക്കാം. പക്ഷെ അതിന്റെ സംശോധന നടത്താതെ പ്രസംഗിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് പലപ്പോഴും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുകയും കൃത്യമായ പരീക്ഷിക്കുന്ന ആലിമുകളും കൂട്ടത്തിലുണ്ട്. അവരുടെ ശൈലിയാണ് രചനാരംഗത്തും ഇതുപോലെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. സഅലബിയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ മുഴുവൻ അപ്പടി പകർത്തിക്കൊണ്ട് ചില പിൻഗാമികൾ ഈ രചന ഇത് ഇങ്ങനെ നിർവഹിച്ചിട്ടുണ്ട്. അത് ഈ ഒരു സംഭവം മാത്രമല്ല, ധാരാളം സംഭവങ്ങളുണ്ട്. ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ തിരുത്താനാണ് ഇബ്നു കസീറിനെ പോലെയുള്ള, അതുപോലെ ഇമാം ബഗവിയെ പോലെയുള്ള പണ്ഡിതന്മാർ പിന്നീട് വന്നുകൊണ്ട് സഅലബിയുടെ തഫ്സീറിൽ സംഭവിച്ച അപജയങ്ങളെയും അബദ്ധങ്ങളെയും അതിൽ കടന്നുകൂടിയിട്ടുള്ള വസ്തുതാ വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളെയും ഒക്കെ നിശിത പരിശോധന നടത്തിക്കൊണ്ട് ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മആലിമു തൻസീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം എഴുതുകയുണ്ടായി. തഫ്സീർ മആലിമു തൻസീൽ. ബഗവി ഹിജറ 433 ജനിച്ച് 516 മരണപ്പെട്ടയാളാണ്. സഅലബിയുടെ തഫ്സീറിന്റെ മുഖ്തസറായിട്ട്, അതിന്റെ സംക്ഷിപ്തമായിട്ടാണ് അദ്ദേഹം ഗ്രന്ഥം എഴുതിയത്. അദ്ദേഹത്തിന്റെ ദൗത്യം എന്തെന്ന് വെച്ചാൽ, സഅലബി വലിയ ഒരു സേവനമാണ് ചെയ്തതെങ്കിൽ പോലും അതിൽ സംഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള അശ്രദ്ധകൾ പരിഹരിച്ചുകൊണ്ട് ഗ്രന്ഥം എഴുതുക എന്നതായിരുന്നു ഈ ബഗവി ചെയ്തത്. അതുകൊണ്ട് തന്നെ അതില് എല്ലാ പണ്ഡിതന്മാരും ഇബ്നു തൈമിയ്യ പോലെയുള്ള, അതുപോലെ തഫ്സീർ ഹാസിന്, അതുപോലെ ഇബ്നുൽ ഖയ്യിം പോലെയുള്ള എല്ലാ പിൻഗാമികളും, അതുപോലെ സുയൂത്തി, അതുപോലെ ഇബ്നു ഖൽദൂൻ പോലെയുള്ള എല്ലാ പണ്ഡിതന്മാരും ബഗവിയുടെ ആ ശ്രമത്തെ ശ്ലാഘിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ബഗവി സഅലബിയുടെ ഗ്രന്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ അത് ഇനിയും പല ആളുകളും പകർത്തിപ്പോകും, അത് പിന്നീട് പ്രചരിക്കും എന്നതുകൊണ്ട് അതിൽ വന്നുപോയിട്ടുള്ള അസ്വീകാര്യമായിട്ടുള്ള, സ്ഥിരപ്പെടുത്താൻ സാധിക്കാത്ത സംഭവങ്ങളെല്ലാം മാറ്റിയിട്ട് ശുദ്ധമായ രീതിയിൽ തഫ്സീർ രചിക്കുകയായിരുന്നു ബഗവി ചെയ്തത്. പിന്നീട് ആ ദൗത്യം നിർവഹിക്കുന്ന പിൽക്കാലത്ത് ഇബ്നു കസീറിനെ പോലെയുള്ള പണ്ഡിതന്മാരാണ്. ഇങ്ങനെ നാഖിദുകളായിട്ടുള്ള, യഥാർത്ഥത്തിൽ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് മുഴുവൻ വിഴുങ്ങുക എന്നതല്ല, അത് ഇസ്ലാമിക പണ്ഡിതന്മാർ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. പ്രത്യേകിച്ചും നബിയിലേക്ക് ചേർക്കപ്പെട്ട് പറയേണ്ട വിഷയങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായും ചേരുന്ന രീതിയിൽ, സ്വഹീഹായ സനദോടുകൂടെ ചേരുന്ന രീതിയിൽ തന്നെ ഉദ്ധരിക്കണം. ഇവിടെ വെറുതെ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ സഅലബിയുടെ കാലത്ത് അത്തായിന്റെ കാലത്താണ്. അദ്ദേഹം ഹിജറ 135 മരണപ്പെട്ടയാണ്. അത്താ എന്ന് പറയുന്ന ഇവിടെ പറയുന്ന കഥാപാത്രം ഹിജറ 135 മരണപ്പെട്ടയാണ്. എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഹിജറ 50 ജനിക്കുന്നു, 135 മരണപ്പെടുന്നു.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 58ാമത്തെ പിന്നെ 60കളിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. ബൽഹ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ഈ പറയുന്ന മദീനത്തോ അല്ലെങ്കിൽ പിന്നെ അതെ മദീനയിലും മക്കത്തോ ആയിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹവുമായി കണ്ടുമുട്ടുക പോലും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ്, പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് മക്കയും മദീനയൊക്കെ സന്ദർശിക്കുന്നത്. ഇതൊക്കെ വ്യക്തമായ ചരിത്രമാണ്, ചരിത്രം നമുക്ക് ലഭ്യമാണ്. പക്ഷെ അത് നിശ്ചിതമായി പരിശോധിക്കണം മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കണ്ടിട്ടേ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പലയിടത്തും ഇങ്ങനെ പരാമർശം കാണുമ്പോൾ അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ാണ് എന്ന് വിശ്വസിക്കാൻ നിരൂപകന്മാരായ പണ്ഡിതന്മാർ കിട്ടിയിട്ടില്ല. ആ പ്രസ്താവന സ്വീകാര്യമല്ല. വിശിഷ്യ മറ്റു സ്വീകാര്യമായ നിവേദനങ്ങളിൽ വരാത്ത പരാമർശങ്ങളോ അതിന് വിരുദ്ധമായ പരാമർശങ്ങളോ ഈ പ്രസ്താവനയിൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും അത് പറഞ്ഞതുപോലെ മാറ്റിവെക്കേണ്ടതാണ്. അത് സ്വീകരിക്കാൻ കഴിയില്ല. ഇനി മറ്റൊരു കാര്യം, സഅലബിക്ക് ഈ അത്താഇന്റെ 415 അല്ലെങ്കിൽ 400 പിന്നെ സഅലബിയുടെ കാലം 427 മരണപ്പെട്ട അദ്ദേഹം ഈ 135 മരണപ്പെട്ട അത്താഇനെ എവിടെ നിന്ന് കണ്ടു? അവർ തമ്മിൽ എവിടെ നിന്ന് കണ്ടുമുട്ടി? എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ അത്താഇന് ഈ പറയുന്ന വ്യക്തിയിലേക്ക് ഈ സംഭവം ഇങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്, ബിലാൽ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഈ ഒരു സന്ദർഭത്തിലാണ് ആ സംഭവം ഉണ്ടായത് എന്ന് പറയാൻ ഈ അത്താ എന്ന് പറയുന്ന 135 മരണപ്പെട്ട ഏതാണ്ട് 300 വർഷം പിന്നീട് വന്നിട്ടുള്ള ഈ സഅലബിക്ക് എവിടെ നിന്ന് ലഭിച്ചു? ലഭിക്കാം. എങ്ങനെയാണെങ്കിൽ കൃത്യമായും അതിനൊരു ഗുരു ശൃംഖല അവർക്ക് അദ്ദേഹത്തിന് സമർപ്പിക്കാനുണ്ടെങ്കിൽ. അതേസമയം അതില്ല. അത്താ കാണിച്ച് ഒരു ഗ്രന്ഥകാരന് അദ്ദേഹം ഉദ്ധരിക്കുന്ന ആ സംഭവം എവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ സ്രോതസ് എന്ന് വരെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് അസ്സഹീഹുൽ മുസ്നദ് മിൻ അസ്ബാബിൻ നുസൂൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ, ഏറ്റവും സ്വഹീഹായ രീതിയിൽ ആ കണ്ണി ചേരുന്ന ആ സംഭവത്തിന്റെ വിവരണങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് പേജുള്ള ഗ്രന്ഥങ്ങൾ അതിൽ ലഭ്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, ഇവിടെ പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉദ്ധരിച്ച ആ സംഭവം, പറയപ്പെടുന്ന ആ സംഭവം അത് ആധികാരികമായ സനദോടുകൂടെ വന്നതോ രേഖപ്പെടുത്തപ്പെട്ടതോ അല്ല. ഉദ്ധരിച്ചയാൾക്ക് അദ്ദേഹം എവിടെ നിന്നാണ് അത് ഉദ്ധരിച്ചത് അവരിലേക്ക് എത്തിച്ചേരും വിധത്തിലുള്ള ഒരു സനദ്, അതിന്റെ ഒരു ശൃംഖല കാണിച്ചു തരാൻ സാധിക്കാത്ത വിധത്തിൽ എഴുതപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്തുള്ളവർ അതിനെ നിരൂപിച്ച് കഴുകിക്കളഞ്ഞ് ആവശ്യമില്ലാത്ത അത്തരം പരാമർശങ്ങളെല്ലാം മാറ്റിയിട്ട് കൃത്യമായ സ്വീകാര്യമായത് മാത്രം സംഗ്രഹിച്ചുകൊണ്ടുള്ള രചനകൾ തുടർന്ന് മുസ്ലിം പണ്ഡിതന്മാർ എഴുതിയതിന്റെ പശ്ചാത്തലവും അതാണ്. ഇവിടെ പിന്നെ വാഹിദി ഉദ്ധരിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സഅലബി ഉദ്ധരിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ കാലം ഈ പറഞ്ഞ 4 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അവർ ഉദ്ധരിക്കുന്നതോ അത്താ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത്തായുമായി ഇവർ തമ്മിൽ 3 നൂറ്റാണ്ടിന്റെ വ്യത്യാസമുണ്ട്. പക്ഷെ അതിലേക്ക് കണ്ണു ചേരുന്ന ഒരു ശൃംഖല അവർ ഉദ്ധരിക്കുന്നില്ല. അതേപോലെ അത്താ ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭവം ഉദ്ധരിക്കുന്നത്. അത്താ ഇബ്നു അബ്ബാസും തമ്മിൽ കണ്ടുമുട്ടിയിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഹദീസ് നിരൂപകന്മാര് ഈ പറഞ്ഞ വ്യക്തി ആ നിരൂപണത്തെ പറ്റി പറയുമ്പോൾ, ഈ വ്യക്തിയെ അത്തായിനെ കുറിച്ച് പറയുമ്പോൾ നോക്കൂ, ഇത് ഇപ്പൊ തുടങ്ങിയതല്ല. ഇവരുടെ ആരോപണം വന്നപ്പോൾ നമ്മൾ അതിനെ ഒലിപ്പിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണെന്ന് വിചാരിക്കേണ്ട. ഹിജ്റ 234 പിന്നെ ഇമാം ബുഖാരിയുടെ പ്രധാനപ്പെട്ട ഗുരുവായ അബുൽ ഹസൻ അലി ഇബ്നുൽ മദീനി അദ്ദേഹം തന്നെ ഈ അത്താ ഇബ്നു അബ്ബാസ് എന്ന പേരിൽ വരുന്ന പ്രസ്താവന അത് കണ്ണിമുറിഞ്ഞതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹിജ്റ 275 മരണപ്പെട്ട അബൂദാവൂദ് സജിസ്താനി, അബൂദാവൂദ് എന്നറിയപ്പെടും, ഹദീസിന്റെ പ്രധാന കളക്ഷനിൽ അറിയപ്പെടുന്ന അബൂദാവൂദ്, അദ്ദേഹം അത്താഉൻ ഹാദാ ഹുവൽ ഖുറാസാനിയു ലം യുദ്രിക് ഇബ്നു അബ്ബാസ് വലം യറ, അദ്ദേഹം അത് ഉദ്ധരിച്ചു. ഇബ്നു അബ്ബാസിൽ അദ്ദേഹം കണ്ടിട്ടില്ല, അദ്ദേഹവുമായിട്ടുള്ള അറിവുകളൊന്നും അദ്ദേഹത്തിന് നേർക്കുനേരെ കിട്ടിയിട്ടില്ല. ഈ പറയുന്ന അത്താഇന് അങ്ങനെ സംഭവം അത് ഇല്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഇബ്നു ഹിബ്ബാൻ അൽ ബുസ്തി ഹിജ്റ 354 മരണപ്പെട്ട അദ്ദേഹം അൽ മജ്റൂഹൂൻ എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തില് വകാന മിൻ ഖിയാരി ഇബാദില്ലാഹി വഗൈറ അന്നഹു റദീഉൻ, അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു ഈ അത്താ, പക്ഷേ വഗൈറ അന്നഹു റദീഉൽ ഹിഫ്ളി, അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് നല്ലോണമുള്ള ആളായിരുന്നു. കസീർ അൽ വഹ്മി യുഖ്തിഉ
ധാരാളം തെറ്റുകൾ വരുത്തും വിധത്തിൽ ഈ സംഭവങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ആളായിരുന്നു. വലാ യഅലമു ഫഹമല അൻഹു ഫലമാ കസറ ദാലിക ഫീ റിവായതിഹി ബത്തലൽ ഇഹ്തിജാജു ബിഹി. ഇങ്ങനെ അദ്ദേഹത്തെ ചൊല്ലി പല റിപ്പോർട്ടുകൾ ഓരോരുത്തരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിനൊരു സ്വീകാര്യത ഇല്ലാത്തതുകൊണ്ട്, ആധികാരികത ഇല്ലാത്തത് കൊണ്ട് ആ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പ്രമാണമാക്കാൻ കഴിയില്ല, രേഖയായി കാണാൻ കഴിയില്ല എന്ന് രേഖപ്പെടുത്തി വെക്കുന്നത് അബൂ ഇബ്നു ഹിബ്ബാനാണ്. മജ്റൂഹ് എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തിൽ ഇദ്ദേഹം മരണപ്പെട്ട വർഷം 354 ഹിജ്റ. അതിനുശേഷം സുനനുൽ കുബ്രയിലെ ബൈഹഖി, ഷാഫിഈ പണ്ഡിതനായ ഹദീസ് മേഖലയിലെ വലിയ പണ്ഡിതനായിരുന്ന ബൈഹഖി, ഹിജ്റ 458 മരണപ്പെട്ട അദ്ദേഹം പറയുന്നു, ഫഇന്ന അഅ്താഅൽ ഖുറാസാനി വുലിദ സനത 50 വലം യുദ്രികു ഉമറ. 50 ഖുറാസാനിൽ ജനിച്ച അഅ്താ ഉമറിനെയോ വല ഉസ്മാന വല അലിയം വല സൈദൻ ഇവരൊന്നും കണ്ടിട്ടില്ല. വക്കാന ഫി സമനി മുആവിയത സ്വബിയൻ. മുആവിയയുടെ കാലത്ത് ഈ മനുഷ്യൻ ഒരു കുട്ടിയായിരുന്നു. വലം യസ്ബുതു ലഹു സമാഉ മിൻ ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസിൽ നിന്ന് അദ്ദേഹം വല്ലതും കേട്ടു പഠിച്ചതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. വഇൻ കാന യഹ്തമിലു അൻ യകൂന സമിഅ മിൻഹു. ഒരുപക്ഷെ മുആവിയയിൽ നിന്ന് വല്ലതും കേട്ടിരിക്കാം, അതിന് സാധ്യതയുണ്ട്. ഫഇന്ന ഇബ്നു അബ്ബാസ് തൂഫിയ സനത 68. അത് 68 ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിട്ടുണ്ട്. ഇലാ അന്ന അഅ്താൽ ഖുറാസാനി മഅ ഇൻഖിതാഇ ഹദീസിഹി അമ്മൻ സമ്മൈനാ മിമൻ തകല്ലമ ഫീഹി അഹ്ലുൽ ഇൽമി ബിൽ ഹദീസ് വല്ലാഹു അലം എന്ന് പറഞ്ഞു. അദ്ദേഹം ഇബ്നു അബ്ബാസിൽ നിന്ന് ഇത് ഉദ്ധരിക്കുന്നത് ഇതിനിടയിൽ ആരെന്ന് വ്യക്തമാക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഇബ്നു അബ്ബാസിൽ നിന്ന് ലഭിച്ചു എന്ന് പറയുന്ന സംഭവത്തെ മുങ്കത്തി ആയിട്ടാണ്, ആ പരമ്പര മുറിഞ്ഞ പ്രസ്താവനയായിട്ടേ കാണൂ. അത് ഇത്തരത്തിൽ ഖുർആനായത്തിന്റെ അവതരണ പശ്ചാത്തലം വിവരിക്കുന്ന മേഖലയിൽ രേഖയായി തെളിവായി സ്വീകരിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിജ്റ 458 എഴുതുന്നു. അതിനുശേഷം ഇബ്നുൽ ജൗസി വരുന്നു. അദ്ദുഅഫാ വൽ മത്റൂഖ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ സംഭവം ആവർത്തിക്കുന്നു. അതുപോലെ ശേഷം ദഹബി വരുന്നു. ഇപ്പോൾ ഏതാണ്ട് 7-ാം നൂറ്റാണ്ടായി. സിയർ അഅ്ലാം നുബുവയിൽ അദ്ദേഹം ഈ സംഭവം വ്യക്തമാക്കുന്നു. ഇങ്ങനെ അഅ്താഇന്റെ ഇബ്നു അബ്ബാസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പ്രസ്താവനകളുടെ സ്വീകാര്യതയും ആധികാരികതയും അതാതു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ മുഴുവനും ചോദ്യം ചെയ്ത് മാറ്റിവെച്ചത് കൊണ്ടാണ് ഈ സംഭവം വാഹിദിയിലും സഅലബിയിലും ഒക്കെ ഉണ്ട്. സഅലബിയിലുള്ളത് വാഹിദി കോപ്പിയടിച്ചിട്ടുണ്ടെങ്കിലും അത് പിന്നീട് ആരും നിരൂപക പണ്ഡിതന്മാരായ മുഹദ്ദിസുകൾ ആരും അല്ലെങ്കിൽ മുഫസ്സിറുകൾ ആരും അത് ഉദ്ധരിക്കാതെ പോയത്. ഇതൊന്നും ഈ പറഞ്ഞ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആരുപോലും ഉദ്ധരിക്കാത്തതാണ്. ഹദീസ് ഗ്രന്ഥങ്ങൾ സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കടന്നു വരേണ്ടതാണ്. ഒരൊറ്റ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പോലും ഈ സംഭവം കടന്നു വരുന്നില്ല, അത് പരാമർശിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആധികാരികമല്ലാത്ത സംഭവങ്ങൾ ഉദ്ധരിച്ചതുകൊണ്ട് തഫ്സീർ സഅലബിയെ കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഇബ്നു കസീർ പറയുന്നു, അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ അതൊരു നിരൂപണ സ്വഭാവമുള്ള ഗ്രന്ഥം തഫ്സീറാണ് ഇബ്നു കസീറിന്റേത്. അദ്ദേഹത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹുവ കിതാബുൻ ഹാഫിലുൻ ബിൽ ഇസ്രാഈലിയാത്തി ദൂന തൻബീഹ് അലൈഹാ. അതിൽ ധാരാളം ഇസ്രായേലിയാത്ത് ഉണ്ട്. അത് പഴയ പൂർവ്വകാല ബനീ ഇസ്രായേലിനെ കുറിച്ചുള്ള കഥകൾ യാതൊരു തരത്തിലും അതിന്റെ ആധികാരികത പരിശോധിക്കാത്ത ഒരുപാട് ഇസ്രായേലിയാത്തുകളുള്ള ഒരു ഗ്രന്ഥമാണ് ഈ തഫ്സീർ സഅലബി എന്ന് ഇബ്നു കസീർ ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹം അൽ ബിദായത്തു വന്നിഹായയിൽ പറയുന്നു, വകാന കസീറൽ ഹദീസി വാസിഅൽ സമാഅ. അദ്ദേഹം കിട്ടിയതൊക്കെ എഴുതി വെക്കുന്ന ഒരാളായിരുന്നു. വലിഹാദാ യൂജദു ഫീ കുതുബിഹി മിനൽ ഖറാഇബി ഷൈഇൻ കസീറുൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പരിചിതമല്ലാത്ത ധാരാളം അത്യപൂർവമായ ഒരു ഇതുമില്ലാത്ത സംഭവങ്ങൾ, ഒരു ആധികാരികമില്ലാത്ത സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു എന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. അതുപോലെ മുഹമ്മദ് താഹിർ ഇബ്നു അലി സിദ്ദീഖ് ഹിന്ദി, ഇന്ത്യയിലെ പ്രമുഖനായ പണ്ഡിതനായിരുന്ന ഹിജ്റ 986 മരണപ്പെട്ട അൽ ഫതനി എന്നറിയപ്പെടുന്ന പാനിപ്പറ്റുകാരനാണ്. അദ്ദേഹം തദ്കിറത്തുൽ മൗദൂആത്ത് എന്ന ഗ്രന്ഥത്തിൽ അസ്തഅലബി ഫി നഫ്സിഹി കാന ദാ ഖൈരിൻ വദീനിൻ ലാകിൻ കാന ഹാതിബു ലൈലിൻ. അദ്ദേഹം വ്യക്തിപരമായി സഅലബി നല്ല മനുഷ്യരായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ രചന അത് ഇരുട്ടത്ത് വിറക് വെട്ടിയതുപോലെ എല്ലാം വെട്ടിയിട്ടുണ്ട്. പച്ചയും ഉണങ്ങിയതൊക്കെ അറബിയിൽ പ്രയോഗിക്കുന്ന ഒരു സംഗതിയാണിത്. കൊള്ളാവുന്നതും അടുപ്പിൽ വെക്കാവുന്നതും വിറകാക്കാവുന്നതും അല്ലാത്തതൊക്കെ വെട്ടിക്കൊണ്ടുവരുന്ന ഒരു സ്വഭാവത്തെ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. രാത്രിയിൽ വിറക് വെട്ടുന്ന സ്വഭാവക്കാരൻ ആയിരുന്നു അദ്ദേഹം. അതായത് നെല്ലും പതിനും വേർതിരിക്കാതെ കണ്ടതൊക്കെ എടുത്ത് സമാഹരിച്ച് കെട്ടാക്കി കൊണ്ടുവരുന്ന ആളാണ് എന്ന് അദ്ദേഹത്തെ പറ്റി പറയുന്നു. ഇബ്നു തൈമിയ്യ പിന്നീട് ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ജൗസി ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം പേര് ആ ഗ്രന്ഥത്തെ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട താക്കീതുകളും ഉണർത്തലുകളും നടത്തിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഗ്രന്ഥത്തിൽ വന്ന ചില പരാമർശങ്ങൾ പിന്നീട് മുസ്ലിം ലോകത്ത് ഒരു നിലക്കും സ്വീകരിക്കാതെയും ആവർത്തിക്കാതെയും ഇരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആധികാരികമായ ഗ്രന്ഥത്തിൽ, ആധികാരികമായ ഹദീസ് കിതാബുകളിൽ വളരെ സ്വീകാര്യമായ സനദോടുകൂടെ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം അതാണ് യഥാർത്ഥത്തിൽ വസ്തുതാപരമായിട്ടുള്ളത്. അതേസമയം അദ്ദേഹത്തെ ചൊല്ലി പറഞ്ഞു വന്നിട്ടുള്ള ചില പരാമർശങ്ങൾ അതൊരിക്കലും സ്ഥിരീകൃതമല്ല, അത് യാഥാർത്ഥ്യമല്ല. അത് മുസ്ലിം ലോകം തന്നെ ഏതോ കാലത്ത് അതിനെ തള്ളിക്കളഞ്ഞതാണ്. അതിന്റെ സ്രോതസ് തീർത്തും ബലവത്തല്ല എന്ന് മാത്രമല്ല ദുർബലമാണ്. അത് വന്നിട്ടുള്ള സ്രോതസ് തീർത്തും അസ്വീകാര്യമായ വഴിയിലൂടെയാണ്. അതിന്റെ ചങ്ങല അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മുസ്ലിം ലോകം നേരത്തെ തന്നെ അസ്വീകാര്യം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ട പ്രാമാണികമല്ലെന്ന് പറഞ്ഞു ഒഴിവാക്കിയ അത്തരം സംഭവങ്ങളെ എടുത്ത് ഉദ്ധരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പലതും പറയാനുണ്ടാവും. സഹീഹ് ഹദീസ് രംഗത്ത് എത്രയെത്ര ഹദീസുകളാണ് ഇങ്ങനെ യമുക്കൾ ഉണ്ടാക്കി വെച്ചിട്ട് പ്രചരിപ്പിച്ചിട്ടുള്ളത്. മുസ്ലിം ലോകത്ത് യമുക്കൾ എന്ന് പറയുന്നത് പുതിയ കാലത്ത് വന്നതല്ല. അങ്ങനെ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അവർ ഇസ്ലാമിനെ കളിയാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലെങ്കിൽ അതേപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരിങ്ങനെ പലതും ഉണ്ടാക്കും. അങ്ങനെ എത്രയോ ആളുകൾ
എത്രയോ ഇബ്നുൽ ഔജാഇനെ പോലെയുള്ള ആളുകള് 4000-ഓളം ഹദീസുകൾ അങ്ങനെ ഉണ്ടാക്കി അദ്ദേഹം പിന്നീട് അവസാനം മുസ്ലിം ആയപ്പോഴൊക്കെ തുറന്നു പറയുന്നത്. ഇങ്ങനെ അത് കണ്ടുപിടിക്കാനായിട്ട് ധാരാളം രഹസ്യാന്വേഷണകാരെ പോലെ വളരെ സൂക്ഷ്മമായ പഠനം നടത്തുന്ന പണ്ഡിതന്മാർ വന്നിട്ടാണ് ഈ ഓരോന്ന് ഇങ്ങനെ എവിടെ നിന്ന് വന്നു, അവിടെ നബി പറഞ്ഞു എന്ന് പറയുമ്പോഴേക്ക് അങ്ങ് സ്വീകരിക്കാതെ, അത് ഉൾക്കൊള്ളാതെ, അതൊക്കെ മൗദൂ ആയിട്ടും ലൈഫായിട്ടും ഒക്കെ വകതിരിച്ചു മാറ്റിവെച്ച് ഇസ്ലാമിക ഖുർആനെ കുറിച്ചൊരു കാര്യം പറയുമ്പോൾ ഖുർആൻ ഇറങ്ങിയത് ഇന്ന സന്ദർഭത്തിലാണ്, അത് പിന്നെ അതിന്റെ പശ്ചാത്തലം ഇതാണ് എന്നൊക്കെ പറഞ്ഞുദ്ധരിക്കുന്ന അല്ലെങ്കിൽ നബിയിലേക്ക് ചേർത്തുകൊണ്ട് പ്രസ്താവിക്കുന്ന സംഭവങ്ങൾ അത് കൃത്യമായും എല്ലാ രംഗവും അങ്ങനെ തന്നെ ഒരാളിലേക്ക് ചേർത്ത് പറയുന്ന സംഗതികളല്ല. അത് പിൽക്കാലത്ത് വന്ന ആളുകളെ പറ്റിയാണെങ്കിലും ശരി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റിയാണെങ്കിലും ശരി, പിൽക്കാലത്ത് വന്ന ഇമാം ഷാഫി റളിയല്ലാഹുവിനെ പറ്റിയാണെങ്കിലും ശരി, അതേപോലെ ആരെക്കുറിച്ച് ഒരു വ്യക്തിയിലേക്ക് ചേർത്ത് ഒരു സംഭവം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആധികാരികത ചുമത്താനും പ്രമാണമായി സ്വീകരിക്കാനും മാതൃകയാക്കാനും കഴിയുന്ന ഏതെങ്കിലും ഒരു ചരിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് കൃത്യമായും സ്ഥിരീകൃതമാകണം. അതേസമയം ഒരാളുടെ അഭിപ്രായം പറയാം, ആ അഭിപ്രായം പറയാൻ അയാൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അയാൾക്ക് പറയാം, അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യം. ആ രീതിയിൽ അല്ലാതെ മറ്റ് ചങ്ങല ചേർക്കുന്ന ഈ അർത്ഥത്തിലുള്ള റിപ്പോർട്ടിംഗ് സ്വഭാവത്തിലുള്ള ഏത് സംഭവവും അത് അതിന്റെ ആധികാരികതയോടുകൂടെ പറയുമ്പോഴേ ഇസ്ലാമിക ഗ്രന്ഥത്തിൽ അത് ഇസ്ലാമിക സമൂഹം അത് പ്രമാണമായി സ്വീകരിക്കുകയുള്ളൂ. മുസ്ലിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ രീതിയിലുള്ളതേ ഉദ്ധരിക്കാൻ പാടുള്ളൂ. കാരണം ഇസ്ലാമിക പ്രസ്ഥാനം അങ്ങനെയാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഇത് മറ്റു മതസ്ഥരെ പോലെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്നതുകൊണ്ടൊന്നും അത് വാരി വലിച്ചു വിഴുകുന്ന ഒരു സമുദായം അല്ല. അത് കൃത്യമായും അതിന്റെ സ്രോതസ് ഉറപ്പുവരുത്തി ഒരു വാക്ക് പോലും നമ്മളിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ സനദിന്റെ പ്രസക്തിയെ കുറിച്ച് നമ്മൾ സ്വഹീഹ് ബുഖാരിയുടെ ഹദീസ് വിശദീകരിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രസ്താവന ഇപ്പൊ സ്വഹീഹ് ബുഖാരി പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ എടുക്കുക, അതുപോലെ അല്ലാത്ത മറ്റു ഗ്രന്ഥങ്ങൾ എടുക്കുക, അതിലെ പ്രസ്താവനകളെക്കാളേറെ ആ പ്രസ്താവന കൈമാറ്റം ചെയ്യപ്പെട്ട വ്യക്തികളാണ് അതിൽ കൂടുതൽ ഉണ്ടാവുക. നിങ്ങൾ നോക്കൂ, ടോട്ടൽ ബുഖാരിയുടെ ആമുഖത്തില് അദ്ദേഹത്തിന്റെ ഗുരുപരമ്പരയുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് ഇവരിൽ നിന്നൊക്കെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന സംഗതികൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കൊട്ടക്കണക്കിലങ്ങ് പറഞ്ഞു പോവുകയല്ലേ ചെയ്തത്. ഒരു പ്രസ്താവന പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഇന്നത് പറഞ്ഞു എന്നൊരു വരി പറയുമ്പോൾ ആ വരിക്ക് 1.5 വരിയിൽ അത് വന്ന വഴി ഉണ്ടാവും. 1.5 വരിയിൽ അത് വന്ന വഴി ഉണ്ടാവും. ഓരോ പ്രസ്താവനക്കും ഇതുപോലെയാണ്. അതാണല്ലോ ഹദീസ് നിവേദനത്തിന്റെ പ്രസക്തി അതാണല്ലോ. ഓരോ പ്രസ്താവനക്കും ഇന്നത്തെ വലിയ യൂണിവേഴ്സിറ്റി റിസർച്ചിലൊക്കെ ഒരു ചരിത്ര പരാമർശം ഉദ്ധരിക്കുമ്പോൾ അത് എത്ര വഴിക്ക് ഏതെല്ലാം ആളുകളിൽ നിന്ന് എങ്ങനെയൊക്കെ കിട്ടിയോ അതൊക്കെ അവിടെ വരുന്നത് പോലെ ഒരു അക്കാഡമിക് സ്റ്റഡി അതിനേക്കാൾ ആധികാരികമായിട്ടാണ്. അത് ബുഖാരിക്ക് ലഭിച്ചത് അദ്ദേഹം അവിടെ സമർത്ഥിക്കും. ഒരു സ്ഥലത്ത് ചിലപ്പോൾ ആ പ്രസ്താവന ഒരു ശൃംഖല വഴി ഉദ്ധരിക്കുമ്പോൾ അതേ സ്വഹീഹ് ബുഖാരിയിൽ തന്നെ വേറെ പല സ്ഥലങ്ങളിലും വേറെ പല ശൃംഖലകളിലൂടെ അതേ പ്രസ്താവന തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം വായിക്കുന്ന ഇങ്ങനെ ബുഖാരിയും മുസ്ലിമും അതുപോലുള്ള ഗ്രന്ഥങ്ങളും ഒക്കെ വായിക്കുന്ന ആളുകളുടെ മുന്നിൽ ഒരു പ്രസ്താവനക്ക് തന്നെ ചിലപ്പോൾ 750ഓളം പിന്നെ അതിന്റെ മാർഗങ്ങൾ അത് വന്നെത്തിയ ഗുരുശൃംഖല ലഭിക്കുകയാണ്. ഇപ്പൊ സ്വഹീഹ് ബുഖാരിയിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ആ ഒരൊറ്റ പ്രസ്താവന മാത്രം ഹദീസ് മേഖലയുള്ള പണ്ഡിതന്മാർ സമാഹരിച്ചിട്ട് 700-ലേറെ വരുന്ന വഴികളിലൂടെ ഗുരുശൃംഖലയിലൂടെ ആ പ്രസ്താവന നബിയിലേക്ക് എത്തി പിന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബുഖാരിയിൽ കുറച്ചുണ്ട്, മറ്റു പലതിലും അങ്ങനെ പലതിലായി കിടക്കുകയാണ്. 700-ലേറെ വഴികളിലൂടെ ഇങ്ങനെ ഓരോ ഹദീസിന്റെയും പ്രസ്താവനകൾ വരുന്ന അത് അത്രക്കും ആധികാരികമാകുമ്പോഴാണ് അത് ഇസ്ലാമിന്റെ പ്രമാണമായിട്ട് മാറുന്നത് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന തെറ്റിദ്ധാരണകൾക്ക് ആധികാരികതയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ തഫ്സീറുൽ വാഹിദിയിൽ അത്താവ് പറഞ്ഞു എന്ന് പറയുന്നത് അത്തായിൽ നിന്ന് വാഹിദിക്ക് എങ്ങനെ കിട്ടി എന്നതിന്റെ ആ സനദും ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് അത്താവ് പറയുമ്പോൾ ഇബ്നു അബ്ബാസും അത്താവും തമ്മിൽ എവിടെ നിന്നാണ് കണ്ടുമുട്ടിയത് എന്നും തെളിയിച്ചുകൊണ്ട് സംസാരിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ തീർച്ചയായും നമുക്ക് അതിന്റെ ആധികാരികത പരിശോധിക്കാം. അപ്പോഴത് ന്യായമുള്ളൂ ആ സംഭവം അക്കാര്യം എടുത്തിടുന്നതിൽ. അല്ലെങ്കിൽ അതൊക്കെ പണ്ടേ കൊട്ടയിലേക്ക് എറിഞ്ഞ ഓരോ പരാമർശങ്ങളാണ്. അത്തരത്തിൽ പിന്നെ ഉള്ള പരാമർശങ്ങളൊന്നും ഇസ്ലാമിന്റെ ആധികാരികമായ രേഖയല്ല എന്ന് ഉണർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്.